ഗുഡ് ഈവനിംഗ്. സ്പെഷ്യൽ എഡിഷൻ തുടങ്ങുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. കോൺഗ്രസിന്റെ മതേതരത്വത്തിൽ ജനങ്ങൾക്ക് സംശയമുണ്ടെന്ന ആന്റണിയുടെ പ്രസ്താവന തള്ളി നേതൃത്വം. കോൺഗ്രസ് ന്യൂനപക്ഷ പ്രീണനം നടത്തിയിട്ടില്ല. 30 വർഷത്തിനിടെ ഒരൊറ്റ മുസ്ലിം മുഖ്യമന്ത്രിയും ഉണ്ടായിട്ടില്ലെന്ന് അനിൽ ശാസ്ത്രിയുടെ ഓർമ്മപ്പെടുത്തൽ. ന്യൂനപക്ഷങ്ങളെ ഉൾക്കൊള്ളുന്നതാണ് ജനാധിപത്യമെന്ന് മനീഷ് തിവാരി. പ്രസ്താവന കേരളത്തിലെ പശ്ചാത്തലത്തിലെന്നും കോൺഗ്രസ്. രാജ്യത്ത് പെട്രോൾ വില ലിറ്ററിന് ₹1.69 വർദ്ധിപ്പിച്ചു. ഡീസലിന് 50 പൈസ കൂട്ടി. പുതുക്കിയ നിരക്ക് അർദ്ധരാത്രി പ്രാബല്യത്തിൽ. വിലവർധനയ്ക്ക് കാരണം രൂപയുടെ മൂല്യത്തിലുണ്ടായ ഇടിവെന്ന് എണ്ണ കമ്പനികൾ. ബാറുകളുടെ നിലവാരം പരിശോധിക്കാൻ സർക്കാരിന് കഴിഞ്ഞിട്ടില്ലെന്ന് മന്ത്രി കെ ബാബു. നിലവാരമില്ലാത്ത ബാറുകൾ തുറന്ന് പ്രവർത്തിക്കുന്നുണ്ടാകാം. ബാറുകൾ പൂട്ടിയതിനു ശേഷം മദ്യവിൽപ്പന 85% കൂടിയെന്നും ബാബു. ബാർ വിഷയത്തിൽ പരസ്യ സംവാദത്തിനില്ലെന്ന് VM സുധീരൻ. MK നാരായണൻ പശ്ചിമബംഗാൾ ഗവർണർ സ്ഥാനം രാജിവെച്ചു. രാജി കോപ്റ്റർ ഇടപാടിൽ CBI ചോദ്യം ചെയ്തതിന് പിന്നാലെ ദേശീയ ആസൂത്രണ കമ്മീഷൻ പിരിച്ചുവിടാൻ കേന്ദ്ര നീക്കം. പിന്നിൽ പ്രധാനമന്ത്രിയുടെ ഇടപെടലെന്ന് സൂചന. കോൺഗ്രസിന്റെ മതേതരത്വത്തിൽ ജനങ്ങൾക്ക് സംശയമുണ്ടെന്ന AK ആന്റണിയുടെ പ്രസ്താവന കേരളത്തെ മാത്രം ഉദ്ദേശിച്ചതാണെന്ന് AICC നേതൃത്വം. മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ ആന്റണിയുടെ പ്രസ്താവനയ്ക്കെതിരെ രംഗത്ത് വന്ന സാഹചര്യത്തിലാണ് വിശദീകരണവുമായി നേതൃത്വം രംഗത്തെത്തിയത്. കോൺഗ്രസ് ഒരിക്കലും ന്യൂനപക്ഷ പ്രീണനം നടത്തിയിട്ടില്ലെന്ന് മുതിർന്ന നേതാക്കളായ മനീഷ് തിവാരിയും അനിൽ ശാസ്ത്രിയും പറഞ്ഞു. കോൺഗ്രസിന്റെ മതേതരത്വത്തിൽ ജനങ്ങൾക്ക് സംശയമുണ്ടെന്നും ന്യൂനപക്ഷ പ്രീണന നയമാണ് ഇതിന് ഇടയാക്കിയതെന്നും ദേശീയ നേതാവായ AK ആന്റണി കേരളത്തിൽ വെച്ച് പ്രസ്താവിച്ചിരുന്നു. ആന്റണിയുടെ പ്രസ്താവന ദേശീയതലത്തിൽ വലിയ ചർച്ചയായി. ആന്റണിയുടെ പ്രസ്താവനയെ സ്വാഗതം ചെയ്യുന്നുവെന്നും പ്രസ്താവനയിൽ ഒതുക്കാതെ പ്രവൃത്തിയിൽ തിരുത്താൻ തയ്യാറാവണമെന്നുമുള്ള പ്രതികരണവുമായി CPM കേന്ദ്ര നേതൃത്വമാണ് ആദ്യം രംഗത്ത് വന്നത്. ഇതിനു പിറകെ കന്നി MPമാരുടെ പരിശീലന ക്യാമ്പിൽ മുതിർന്ന BJP നേതാവ് LK അദ്വാനിയും വിഷയം ഏറ്റെടുത്തു. ആന്റണി പറഞ്ഞ കാര്യം ഏറെക്കാലമായി BJP പറയുന്നതാണെന്നും ആന്റണിയെപ്പോലുള്ള മുതിർന്ന നേതാവ് ഇത് അംഗീകരിച്ചതിൽ സന്തോഷമുണ്ടെന്നും ക്യാമ്പിൽ നടത്തിയ പ്രസംഗത്തിൽ അദ്വാനി പറഞ്ഞു. നയം തിരുത്താൻ കോൺഗ്രസ് തയ്യാറാവണമെന്നും അദ്വാനി ആവശ്യപ്പെട്ടു. ഈ സാഹചര്യത്തിലാണ് കോൺഗ്രസിന്റെ മറ്റൊരു നേതാവും മുൻ വക്താവും മുൻ കേന്ദ്രമന്ത്രിയുമായ മനീഷ് തിവാരി ആന്റണിയുടെ നിലപാടിനെ പൂർണ്ണമായി തള്ളിയത്. The true test of a democracy is not how you treat your majority. The true test of a democracy is how you treat your minority. The majority, by its sheer definition, is stable and secure because of numbers. The insecurity is inherent in a minority, and if you walk the extra mile in order to integrate the minority into the mainstream, it is not appeasement. 2009 മത്സരിച്ച 28 മുസ്ലിങ്ങളിൽ 12 പേർ ജയിച്ചിട്ടും ഒരാളെ മാത്രം കേന്ദ്ര സഹമന്ത്രിയായി മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തിയതാണോ കോൺഗ്രസിന്റെ ന്യൂനപക്ഷ പ്രീണനം എന്ന ചോദ്യവുമായി അനിൽ ശാസ്ത്രിയും രംഗത്ത് വന്നു. വിഷയം ദേശീയതലത്തിൽ തന്നെ വിവാദമായതോടെ കേരളത്തെ മാത്രം ഉദ്ദേശിച്ചാണ് ആന്റണി പ്രസ്താവന നടത്തിയതെന്ന് AICC ആസ്ഥാനത്ത് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ വക്താവ് ഷക്കീൽ അഹമ്മദ് വിശദീകരിച്ചു. No, Mr. Antony's statement was in the context of Kerala only. It was Kerala centric, and the PCC president of Kerala has issued a statement that he welcomed it and he has said that it was well intentioned. പ്രസ്താവന സദുദ്ദേശത്തോടു കൂടിയുള്ളതാണെന്ന് KPCC അധ്യക്ഷൻ പറഞ്ഞിട്ടുണ്ടെന്നും അദ്ദേഹം അത് സ്വാഗതം ചെയ്തിട്ടുണ്ടെന്നും ഷക്കീൽ അഹമ്മദ് പറഞ്ഞു. TK ഹരീഷ്, മീഡിയ 1, ഡൽഹി. കോൺഗ്രസ് നേതാവ് മാത്യു കുഴൽനാടൻ, BJP നേതാവ് VV രാജേഷ്, മാധ്യമപ്രവർത്തകൻ NP ചെക്കുട്ടി, മുസ്ലിം ലീഗ് നേതാവ് അബ്ദുറഹ്മാൻ രണ്ടത്താണി എന്നിവർ ഈ ചർച്ചയിൽ പങ്കുചേരും. ആദ്യം മാത്യു കുഴൽനാടനിലേക്ക്. ശ്രീ മാത്യു കുഴൽനാടൻ, കോൺഗ്രസിന് ദേശീയ തലത്തിലേറ്റ വലിയ പരാജയത്തെക്കുറിച്ച് പഠിക്കുന്ന കമ്മിറ്റിയുടെ അധ്യക്ഷനാണ് AK ആന്റണി. അദ്ദേഹം കേരളത്തിൽ വന്ന് മലയാളത്തിൽ ഈ പ്രസ്താവന നടത്തി എന്നതുകൊണ്ട് മാത്രം അത് കേരളത്തെ ഉദ്ദേശിച്ച് മാത്രമുള്ള പ്രസ്താവനയാണ് എന്ന് കോൺഗ്രസ് നേതൃത്വത്തിന് എങ്ങനെ വ്യാഖ്യാനിക്കാൻ സാധിക്കും? ബഹുമാന്യ ശ്രീ AK ആന്റണി ഈ പ്രസ്താവന നടത്തിയ ഒരു പശ്ചാത്തലം നമ്മളൊന്ന് മനസ്സിലാക്കണം. അദ്ദേഹം KPCC സംഘടിപ്പിച്ച CKG അനുസ്മരണത്തിൽ പങ്കെടുത്തുകൊണ്ട് പ്രസംഗിച്ചു വരുമ്പോൾ കേരളത്തിൽ ഈ തവണ BJPക്ക് കാര്യമായ വോട്ട് വർധനവുണ്ടായി. ആ ഒരു സാഹചര്യം വിശദീകരിച്ചു വരുമ്പോൾ കോൺഗ്രസിൻ്റെ മതേതര നിലപാടിൽ അയവ് വന്നിട്ടുണ്ടോ എന്ന് സമൂഹത്തിന് സംശയം തോന്നുന്ന രീതിയിലാകുന്നു എന്നുള്ള സൂചനയാണ് അത്. അല്ലാണ്ട് കോൺഗ്രസിൻ്റെ മതനിരപേക്ഷ നിലപാടിന് അല്ലെങ്കിൽ വെള്ളം ചേർത്തു എന്ന നിലയിൽ AK ആന്റണി പറഞ്ഞില്ല. സമൂഹത്തിൽ ഒരു വിഭാഗത്തിന് സംശയം തോന്നുന്നുണ്ടെങ്കിൽ അത് പരിഹരിക്കപ്പെടേണ്ടതാണ് എന്ന രീതിയിലാണ് AK ആന്റണി പ്രസംഗിച്ച ഒന്നാമത്തെ കാര്യം. തീർച്ചയായിട്ടും അത് കേരളത്തിൻ്റെ കോണ്ടെക്സ്റ്റിൽ പറഞ്ഞാണ്. ഇതിവിടെ പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ UDF സർക്കാർ അധികാരത്തിൽ വന്ന അന്നു മുതൽ
ഇപ്പോൾ BJP സ്വാഭാവികമായിട്ടും അവർ നിരന്തരം പറയുന്ന അവരുടെ ഒരു പൊളിറ്റിക്കൽ ലൈനുണ്ട്, അത് നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ അതിനുശേഷം ഇവിടുത്തെ പ്രതിപക്ഷം എക്കാലത്തും UDFനെ ദുർബലപ്പെടുത്താൻ വേണ്ടി ഇവിടെ രാഷ്ട്രീയപരമായിട്ടല്ല പല വിഷയങ്ങളെ അപ്രോച്ച് ചെയ്തിട്ടുള്ളത്. നിരന്തരം അവർ പറയുന്നത് ന്യൂനപക്ഷ പ്രീണനമാണ്, മുസ്ലിം ലീഗിൻ്റെ മേധാവിത്വമാണ്, മുസ്ലിം പ്രീണനമാണ്, കോൺഗ്രസിൻ്റെ അത് ഒരു ആൻറ്റി മുസ്ലിം ഒരു ലൈൻ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇവിടുത്തെ പ്രതിപക്ഷങ്ങൾ എടുത്തിരുന്നു. അങ്ങനെ ഒരു അന്തരീക്ഷം, പക്ഷേ അത് ഒരിക്കലും CPMന് ഗുണം ചെയ്തില്ല. അത് ഗുണം ചെയ്തത്, ആ ഒരു അന്തരീക്ഷം ഗുണം ചെയ്തത് BJPക്കാണ്. കാരണം ഇവിടെ സർക്കാരിനെ അല്ലെങ്കിൽ ഏതൊരു കാര്യത്തെ നിങ്ങൾ പരിശോധിച്ചോ, ഇപ്പോൾ അവസാനമായി കേരളത്തിലുണ്ടായ ഒരു 2 വിവാദം, ഇപ്പോൾ സ്കൂളുകളിലെ ബോർഡ് പച്ചയാക്കുന്നത് സംബന്ധിച്ച് ഞാൻ ചോദിക്കട്ടെ, അതിൻ്റെ ശാസ്ത്രീയതയോ അല്ലെങ്കിൽ അതിൻ്റെ സാങ്കേതികതയോ അല്ലെങ്കിൽ അതിൻ്റെ മറ്റു വശങ്ങളോ ചർച്ച ചെയ്യുന്നതിന് പകരം അതിനൊരു വർഗീയ നിറം കൊടുക്കാൻ ശ്രമിച്ചത് ആരാണ്? അതിന് തൊട്ട് പിന്നാലെ കോട്ടൺ ഹിൽ സ്കൂളിലെ വിവാദം. ഒന്ന് ഇടപെട്ടുകൊള്ളട്ടെ. AK ആന്റണിയെ പോലൊരു നേതാവ് പ്രതിപക്ഷം നടത്തുന്ന പ്രചാരണങ്ങളെക്കുറിച്ചാണ് ഉദ്ദേശിച്ചതെങ്കിൽ അത്തരമൊരു സാഹചര്യം സൃഷ്ടിച്ചിരിക്കുന്നു ഇവിടുത്തെ പ്രതിപക്ഷം വലിയ പ്രചാരണത്തിലൂടെ എന്ന് വ്യക്തമായി പറയാൻ AK ആന്റണിക്ക് സാധിക്കും. അദ്ദേഹം അത്തരം വിമർശനങ്ങൾ ധാരാളം ഉന്നയിക്കുന്ന നേതാവുമാണ്. വെറും വാക്ക് പറഞ്ഞ് വിവാദമുണ്ടാക്കുന്ന ആളുമല്ല AK ആന്റണി. അതുകൊണ്ടാണ് അദ്ദേഹം കോൺഗ്രസിൻ്റെ മതേതരത്വ നിലപാടുകളിൽ ജനങ്ങൾക്ക് സംശയം തോന്നുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നു, കോൺഗ്രസ് ചില വിഭാഗങ്ങളോട് ചാഞ്ഞു നിൽക്കുന്നുവോ എന്ന സംശയമുണ്ടായിരിക്കുന്നു എന്ന് വ്യക്തമായി തന്നെ പറയുമ്പോൾ അതിനെ താങ്കൾ വ്യാഖ്യാനിക്കുന്നത് പോലെ അല്ലെങ്കിൽ താങ്കൾ വിശദീകരിക്കുന്നത് പോലെ പ്രതിപക്ഷത്തിൻ്റെ പ്രചാരണം കൊണ്ടുണ്ടായ ഒരു സാഹചര്യത്തെ ചൂണ്ടിക്കാണിക്കുക മാത്രമാണ് AK ആന്റണി ചെയ്തത് എന്ന് എങ്ങനെ നമുക്ക് കാണാൻ സാധിക്കും? ഞാനത് പറഞ്ഞ് അവസാനിപ്പിക്കാൻ അനുവദിക്കാത്തതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ പ്രതിപക്ഷത്തിൻ്റെ ആ ഒരു പ്രവർത്തനം കൊണ്ട് ഞാൻ പറയുന്നത് കേരളം കൂടുതൽ വർഗീയമായി ചിന്തിക്കുന്നു. അതിപ്പോൾ പ്രതിപക്ഷത്തെ മാത്രമല്ല, ഏത് കാര്യത്തിലും എന്തിലും ഏതിലും ജാതിയും മതവും കടന്നു വരുന്ന ഒരു രാഷ്ട്രീയ സാമൂഹ്യ അന്തരീക്ഷം കേരളത്തിന് ഒട്ടും ഗുണകരമല്ലാത്ത ആ ഒരു അന്തരീക്ഷം രൂപപ്പെട്ടു വരുന്നു എന്നാണ് ഞാൻ പറഞ്ഞത്. ഞാൻ പ്രതിപക്ഷത്തെ മാത്രം കുറ്റപ്പെടുത്തുകയല്ല. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ സ്വാഭാവികമായിട്ടും കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന ഒരു UDF സർക്കാർ അധികാരത്തിലിരിക്കുന്നു. അതിൻ്റെ അകത്ത് ന്യൂനപക്ഷ കേന്ദ്രീകൃതമായ പാർട്ടികൾ, ഘടകകക്ഷികൾ, അവർക്ക് സമ്മർദ്ദം, അവർ ആവശ്യമുള്ളിടത്തും അനാവശ്യമുള്ളിടത്തും സമ്മർദ്ദം ചെലുത്തുന്നു എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ്. അങ്ങനെ ഇതെല്ലാം കൂടി വന്നപ്പോൾ കേരളത്തിൽ ഇങ്ങനെയൊരു പ്രതീതി ജനിപ്പിച്ചിട്ടുണ്ട്. അത് കോൺഗ്രസിൻ്റെ മതനിരപേക്ഷ നിലപാടുകളിൽ വെള്ളം ചേർത്തതുകൊണ്ടോ അതിൽ ഇത് വരുത്തിയത് കൊണ്ടല്ല എന്നാണ് ഉദ്ദേശിച്ചത്. ഇപ്പോൾ പൊതു സാഹചര്യം ഇങ്ങനെ വന്നപ്പോൾ ഇവിടുത്തെ മതനിരപേക്ഷ ഒരു രാഷ്ട്രീയത്തിന് നേതൃത്വം കൊടുക്കുന്ന കോൺഗ്രസ്സിന് വേണ്ടത്ര മതനിരപേക്ഷ നിലപാടുകൾ അതിശക്തമായി നിലനിർത്താൻ കഴിഞ്ഞില്ല എന്ന് ഒരു ബോധം അല്ലെങ്കിൽ ഒരു വികാരം അല്ലെങ്കിൽ ഒരു വിചാരം സൃഷ്ടിക്കപ്പെട്ടു എന്ന നിലയിലാണ് AK ആന്റണി പ്രസംഗിച്ചത്. സത്യവുമാണ്. അത് സത്യം എന്ന് പറയുമ്പോൾ ഞാൻ അതിനെ അല്ലെങ്കിൽ അതിനോട് കൂട്ടിച്ചേർത്ത് വയ്ക്കാൻ ആഗ്രഹിക്കുന്നത് ഇവിടെ ഉണ്ടായി വന്നിരിക്കുന്ന സാഹചര്യങ്ങളാണ്. അതിന് കോൺഗ്രസിൻ്റെ നിലപാടിലെ അഴവുകൾ മാത്രമല്ല, ഇതുപോലെ ഏത് കാര്യം പരിശോധിച്ചോ കേരളത്തിൽ മുമ്പെങ്ങും ഇല്ലാത്ത വിധം വർഗീയതയുടെയും ജാതീയതയുടെയും മതത്തിൻ്റെയും രാഷ്ട്രീയം കടന്നു വരികയാണ്. നമ്മൾ പണ്ട് കാലത്ത് വിവേകാനന്ദന് ഭ്രാന്താലയം എന്ന് വിളിച്ചൊരു കേരളത്തെ നമ്മൾ വീണ്ടും അങ്ങോട്ട്, ഞാനിപ്പോൾ അത് CPMന് മാത്രമായി കുറ്റം പറയല്ല, അതിൻ്റെ അകത്ത് കോൺഗ്രസിൻ്റെതായ റോളുണ്ട്. കോൺഗ്രസിൻ്റെ നേതാക്കന്മാർക്ക്, ഭരണാധികാരികൾക്ക് അതിൻ്റേതായ റോളുണ്ട്. ദേ ഷുഡ് ബി മോർ, കൂടുതൽ ശക്തമായ നിലപാടുകൾ എടുക്കേണ്ട സാഹചര്യമുണ്ട് എന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടിയത്. ശരിയാണ്. അങ്ങനെ ഒരു ബോധം സമൂഹത്തിൻ്റെ പൊതുമണ്ഡലത്തിൽ ഉണ്ടാകുന്നത് കേരളത്തിൻ്റെ മതനിരപേക്ഷതയ്ക്ക് ഗുണകരമല്ല. അതുണ്ടാകുന്നു എന്നുള്ളൊരു സത്യമാണ്. അത് ആദ്യം തിരിച്ചറിയേണ്ടത്. ഇപ്പോൾ VV രാജേഷ് BJP നേതാവ്, അദ്ദേഹം ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ VV രാജേഷ്, AK ആന്റണിയുടെ പ്രസ്താവനയെ അത് കേരളത്തിൻ്റെ സവിശേഷമായ സാഹചര്യത്തിൽ മാത്രം ഉദ്ദേശിച്ച് നടത്തിയ ഒന്നാണ് ഇന്ന് കോൺഗ്രസ് ദേശീയ നേതൃത്വം വിശദീകരിച്ചിരിക്കുന്നു. കേരളത്തിൽ BJP കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കിയ ചെറുതെങ്കിലുമായ മുന്നേറ്റം അത് കേരളത്തിൻ്റെ സാമൂഹ്യ അന്തരീക്ഷത്തിലുണ്ടാക്കിയ വർഗീയ ചേരിതിരിവിൻ്റെ കൂടി ഭാഗമാണ് എന്ന വിലയിരുത്തലിൽ കൂടിയാണ് അത്തരമൊരു പ്രസ്താവന നടത്തപ്പെട്ടത്, AK ആന്റണിയുടെ ഭാഗത്തു നിന്നുണ്ടായത് എന്നാണ് വിശദീകരണം. BJP എങ്ങനെ കാണുന്നു ഇതിനെ? പ്രത്യേകിച്ച് LK അദ്വാനി ഇന്നലെ ഇതിനെ സ്വാഗതം ചെയ്തിരുന്നു. അല്ല, തീർച്ചയായിട്ടും BJPക്ക് കേരളത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുള്ള മുന്നേറ്റം അത് വർഗീയ ചേരിതിരിവിന്റെ ഭാഗമായിട്ട് ആണ് എന്നൊക്കെ പറഞ്ഞാൽ, ദേശീയ തലത്തിൽ 30 വർഷത്തിന് ശേഷം ഒരു കക്ഷിക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം വന്നത് വർഗീയ തലത്തിലാണ് ചിന്തിച്ചതിന്റെ ഫലമായിട്ടാണെന്ന് സമ്മതിക്കേണ്ടത്. അങ്ങനെ സമ്മതിച്ചു കഴിഞ്ഞാൽ ദേശീയ ജനാധിപത്യ സഖ്യത്തിന് BJPക്ക് നരേന്ദ്രമോദിക്ക് അനുകൂലമായിട്ട് വോട്ട് ചെയ്ത മുഴുവൻ ജനങ്ങളും
വർഗീയമായിട്ട് ചിന്തിച്ച് വോട്ട് ചെയ്തു എന്ന് പറയേണ്ടി വരും. അങ്ങനെ സംബന്ധിച്ചു കഴിഞ്ഞാൽ ഇത്രത്തോളം വോട്ട് ചെയ്ത കോടിക്കണക്കിന് വരുന്ന വോട്ടർമാരെ അധിക്ഷേപിക്കുന്നതിന് തുല്യമായിരിക്കും. അതുകൊണ്ട് ആ വാദത്തെ തികച്ചും നിരാകരിച്ചുകൊണ്ട് ഞാൻ പറയുകയാണ്, ബഹുമാനപ്പെട്ട ശ്രീ AK ആന്റണി കേരളത്തിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി, അത് ഒരു പ്രസംഗത്തിലല്ല, അദ്ദേഹത്തെ 3-4 ദിവസം തുടർച്ചയായിട്ട് ഉന്നയിച്ച ഈ കാര്യം വളരെ വിശദമായിട്ട് ചർച്ച ചെയ്യേണ്ട ഒരു സംഗതിയാണ്. കാരണം അദ്ദേഹം രണ്ടാമതൊരു ക്ലാരിഫിക്കേഷൻ കൊടുത്തത് കേരളത്തിൽ കോണ്ടക്സ്റ്റിലാണ് ഞാൻ പറഞ്ഞത് എന്നാണ്. പക്ഷേ ദേശീയ തലത്തിൽ തന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ മതേതരത്വ മുഖച്ഛായ നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇതിൽ മറ്റൊരു കാര്യമുള്ളത്, ബഹുമാനപ്പെട്ട ശ്രീ AK ആന്റണിക്ക് ഇക്കാര്യം പറയുവാൻ വേണ്ടിയിട്ട് എന്ത് യോഗ്യതയാണ്, എന്ത് അടിസ്ഥാന യോഗ്യതയാണ് എന്ന് അദ്ദേഹം കേരളത്തിലെ കോണ്ടക്സ്റ്റാണ് പറഞ്ഞതെങ്കിൽ പോലും അദ്ദേഹത്തിന് എന്ത് യോഗ്യതയാണ് ഇക്കാര്യം പറയാനെന്നുള്ളത് അദ്ദേഹം വ്യക്തമാക്കണം. കാരണം ഏറ്റവും കൂടുതൽ വർഗീയതയെ താലോലിച്ചതിന്റെ ബെനിഫിഷ്യറി ആയിട്ടുള്ള കേരളത്തിലെ ഒന്നാമത്തെ നേതാവ് ബഹുമാനപ്പെട്ട ശ്രീ AK ആന്റണിയാണ്. അദ്ദേഹം അധികാരം സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹം പല സമയങ്ങളിലും പ്രീണിപ്പിച്ച ക്രൈസ്തവ ഇസ്ലാമിക വർഗീയതകളാണ് ഇന്ന് കേരളത്തെ ഈ അവസ്ഥയിൽ എത്തിച്ചിരിക്കുന്നത്. മാറാട് കലാപം 2002 നടന്നപ്പോൾ സർവ്വ കോണുകളിൽ നിന്നും അതിന്റെ ഗൂഢാലോചനയെക്കുറിച്ച്, ഫണ്ടിങ്ങിനെ കുറിച്ച് CBI ഉൾപ്പെടെയുള്ള ഏജൻസികളെ കൊണ്ട് അന്വേഷിക്കാം എന്ന ആവശ്യം ഉയർന്നു വന്നപ്പോൾ ബഹുമാനപ്പെട്ട ശ്രീ AK ആന്റണി നേരിട്ടിടപെട്ടിട്ടാണ് CBI അന്വേഷണത്തെ നിരാകരിച്ചത്. അന്ന് CBI അന്വേഷണം നടത്തിയിട്ട് ആ ഗൂഢാലോചനക്കാരെയും സാമ്പത്തിക സഹായം നൽകിയവരെയും കണ്ടെത്തി നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്ന് ശിക്ഷിച്ചിരുന്നുവെങ്കിൽ അതിനെ തുടർന്ന് കേരളത്തിൽ നടന്ന കൈവെട്ട് കേസ്, അതോടൊപ്പം തന്നെ ആയുധക്കടത്ത്, എന്തിന് ഈ അവസാനം നടന്ന മനുഷ്യക്കടത്ത് ഉൾപ്പെടെയുള്ള തീവ്രവാദപരമായിട്ടുള്ള ഇടപെടലുകൾ ഉണ്ടാകുമായിരുന്നില്ല. മറിച്ച് തന്റെ അധികാരം സംരക്ഷിക്കുവാൻ വേണ്ടിയിട്ട് മുസ്ലിം ലീഗിന്റെ പ്രീണനത്തിന് വിധേയമായിക്കൊണ്ട് AK ആന്റണി CBI അന്വേഷണത്തെ നിരാകരിക്കുക. അങ്ങനെ ഇത് ഞാൻ പറഞ്ഞ ഒരൊറ്റ ഉദാഹരണം മാത്രവുമല്ല, കഴിഞ്ഞ ഏകദേശം 1970 ശേഷം ഇന്ന് വരെ AK ആന്റണി എല്ലാ സമയത്തും ഏതെങ്കിലും ഒരു അധികാര സ്ഥാനത്തുണ്ടായിരുന്നു. ഒന്നുകിൽ അദ്ദേഹം KPCC പ്രസിഡന്റ്, അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവ്, അല്ലെങ്കിൽ കേന്ദ്രമന്ത്രി, അല്ലെങ്കിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി, അല്ലെങ്കിൽ കോൺഗ്രസിന്റെ വർക്കിംഗ് കമ്മിറ്റി അംഗം. ഈ ഞാൻ പറഞ്ഞ എല്ലാ പോസ്റ്റുകളും കേരള രാഷ്ട്രീയത്തിൽ എന്നല്ല ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ തന്നെ സ്വാധീനം ചെലുത്താൻ സാധിക്കുന്ന പോസ്റ്റുകളാണ്. എന്തുകൊണ്ട് അദ്ദേഹത്തിന് സാധിച്ചില്ല ഇവിടെ ഒന്നും തടയാൻ വേണ്ടിയിട്ട്? അപ്പോൾ ഇന്നിപ്പോൾ ഭൂരിപക്ഷ ജനത ന്യൂനപക്ഷ പ്രീണനം മനസ്സിലാക്കിക്കൊണ്ട് ഭൂരിപക്ഷ ജനത ഒരു പരിധിവരെ പ്രതിരോധിക്കാൻ ആരംഭിച്ചപ്പോൾ അവരെ പാട്ടിലാക്കാൻ വേണ്ടി, അവരെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ട്, വീണ്ടും അവരെ ചതിക്കുവാൻ വേണ്ടിയിട്ട് AK ആന്റണി മതേതരത്തിന്റെ അപ്പോസ്തലനായിട്ട്, പുണ്യവാളനായിട്ട് കേരളത്തിൽ വരുന്നത് എനിക്ക് തോന്നുന്നു കേരളത്തിലെ ജനങ്ങൾ അങ്ങേയറ്റം അവഗണനയോടെ അതിനെ എഴുതിത്തള്ളുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ശ്രീ VV രാജേഷ്